നമ്മുടെ ചുറ്റിനും ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഞങ്ങളും അതിലൊരാൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഫാമിലി വ്ളോഗിങ് തന്നെയാണ്. നമുക്ക് ഹ്യൂമൻസിന് നമ്മളുടെ അടുത്തുള്ളവരുടെ ലൈഫ് അല്ലെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്. ഫാമിലി വ്ളോഗ്സിലൂടെ നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട്. സോ അതാണ് ഫാമിലി വ്ളോഗിങ് ഇത്രയും സക്സസ്ഫുൾ ആവുന്നത്. ഒരു ഫാമിലിയുടെ ആണെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ ആണെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രമേ അവർ സോഷ്യൽ മീഡിയയിൽ കൂടി പബ്ലിക് ആക്കുന്നുള്ളൂ. ദെയർ ഈസ് ഓൾവേസ് എ പ്രൈവറ്റ് പാർട്ട് ഫോർ എവ്രി വൺ. അത് നമ്മൾ കാണുന്നില്ല. ബട്ട് വ്യൂവേഴ്സ് ശരിക്കും പറഞ്ഞാൽ ബിലീവ് ചെയ്യുന്നത് ഓക്കെ ഇവർ പബ്ലിക്കിൽ കാണിക്കുന്നതാണ് ഇവരുടെ ലൈഫ്, അതൊരു മാജിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിന് എല്ലാവർക്കും ഉള്ളത് എന്നുള്ള ഒരു മിഥ്യാധാരണ എല്ലാ വ്യൂവേഴ്സിനും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ചും കൂടി ഈ റിയൽ ലൈഫ് എന്നുള്ള ഇതൊക്കെ കൂടുതലും ഒരു റിയലൈസേഷനിലേക്ക് വരുന്നത്. റിയൽ ലൈഫും ഡിഫറെൻ്റ് ആണ്. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അതൊരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും ഇപ്പോൾ അതിലേക്ക് കൂടുതൽ കണ്ടന്റ്സ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അകത്തൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതും ഇതിനെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറായിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫ് ഷെയർ ചെയ്യുക എന്നൊരു സംഭവം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ഞങ്ങളുടെ കുറേ പേഴ്സണൽ മൊമെൻറ്റ്സ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാറുണ്ട്. പ്രധാനമായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഞങ്ങളുടേതായിട്ട് തോന്നുന്ന ഫേവറേറ്റ് മൊമെൻറ്റ്സോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും നമ്മുടെ വീഡിയോസിലൂടെയും നമ്മളുടെ കോണ്ടന്റിലൂടെയും കാണിക്കാറുള്ളത്. അതെ. അപ്പോൾ അതിൻ്റെ അകത്തൊരു പർപ്പസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സോഷ്യൽ കൊളാബറേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക്, അതായത് നിങ്ങൾ വ്യൂവേഴ്സിന് എന്തെങ്കിലും തരത്തിലത് ബെനിഫിറ്റ് ആവുകയും കൂടി ചെയ്യുകയാണെങ്കിലാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്യുമ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നവരാണ് എന്നൊന്നും അല്ല. കാരണം ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവം നേടിയിട്ടില്ല. കാരണം അതിനും മാത്രമുള്ള കോണ്ടന്റ്സ് ഒന്നും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉള്ളത്. ഞങ്ങളുടെ ഇടയ്ക്കുള്ള കുറച്ച് മൊമെന്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറിയാൻ പറ്റും, ഞങ്ങൾ ഇടയ്ക്കും തലയ്ക്കുമാണ് വീഡിയോസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി കഠിനമായ ഒരു ടൈമായിരുന്നു. അതും ഒരു വീക്സ് നമ്മുടെ എന്താ പറയുക ഒരു 1-2 ആഴ്ച നമ്മുടെ കളഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ യാത്രകൾ പോവുക അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റ് കണ്ടെത്താനായിട്ട് നോക്കും. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിനിടയിൽ കിട്ടുന്ന കുഞ്ഞു നല്ല മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മൊമെൻറ്റ്സും ഷെയർ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് തരുന്ന മൊമെൻറ്റ്സ് ആണ്. എന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫ് ഫുള്ളി കൺസിസ്റ്റ് ഓഫ് ദിസ് ഹാപ്പി ഫെയറി ടെയിൽ മൊമെൻറ്റ്സ് അല്ല. ദർ ആർ സോ മെനി വൾനറബിൾ മൊമെൻറ്റ്സ്, പ്രൈവറ്റ് മൊമെൻറ്റ്സ്. ഞങ്ങളുടെ ഇടയിൽ വഴക്കുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ഷെയർ ചെയ്യാറില്ല. മിക്കപ്പോഴും ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻ്റയർ തിങ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെയുള്ള A to Z കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അൺഫിൽറ്റേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് എഡിറ്റിംഗ് ഒന്നുമില്ല, നേരെ അങ്ങ് ഷൂട്ട് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത്രയും ഒരു ഓപ്പൺ പീപ്പിളായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ അവർക്ക് അവരുടെ ഒരു കാര്യങ്ങളും പ്രൈവറ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ളതും കൂടിയാണ്. അതായത് ഇന്ന് നമ്മളിലേക്ക് എല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്രിയേറ്റർ നാളെ തീരുമാനിക്കുകയാണ് ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ ദിസ് എന്ന് തീരുമാനിക്കാൻ അവർക്ക് പറ്റില്ല. ബിക്കോസ് വി ആർ എക്സ്പെക്ടിങ് ആൻ ഓപ്പൺ കണ്ടന്റ് ഫ്രം ദം. അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് കയറാനും കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ തുടങ്ങും. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ പുറകിലുള്ള ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ് തന്നെയാണ്. ബിക്കോസ് ഫാമിലി വ്ളോഗിന് ഇപ്പം നല്ല അധികം
ഒരു ഫൈനാൻഷ്യൽ റിട്ടേൺ ആ ചാനലുകൾക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ യൂട്യൂബിലെ കാര്യം മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ എവിടെ ചെന്നാലും അത്തരത്തിൽ നമുക്കൊരു ഫേവറേറ്റ്, ഒരു ഫാൻസിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ പുറകിലുള്ള ഒരു വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. ഇത് എവിടെയാണ് പ്രോബ്ലം ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരെ അല്ലെങ്കിൽ അവരുടെ ഒരു ചാനലിനെ അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് പലപ്പോഴായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ വ്യൂവേഴ്സിന് കുറേ ഫോൾസ് ആയിട്ടുള്ള ബിലീഫ്സും കാര്യങ്ങളും നൽകും. അതുപോലെ തന്നെ ഇത് കാണുന്നവർ അവരെ ഫാമിലിയെ പോലെ കാണുന്നത് കൊണ്ടുള്ള നെഗറ്റീവ് സൈഡ്സ് വേറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനെ വളരെയധികം നെഗറ്റീവായിട്ടും ബാധിക്കുന്നുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇതിന് നല്ലൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, പക്ഷേ ഡൗൺ സൈഡ് അബൌട്ട് ഇതേപോലെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ട് സം പീപ്പിൾ ഫീൽ വെരി സാഡ് that their life is not like that. അവർ ഒരുപാട് സൂപ്പർ ലൈഫാണ് അവരുടെ ജീവിതത്തിൽ ജീവിക്കുന്നത്, ബട്ട് ഐ ഡോണ്ട് ഹാവ് ദിസ്, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ സെലിബ്രിറ്റീസ് അവരുടേതായിട്ടുള്ള ചാനലുകളിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും, അവരിതൊക്കെ ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കടം എടുത്തും മറ്റുമ്പോൾ സ്പോൺസർഷിപ്പും മറ്റും കിട്ടിയിട്ടാണ് ഈ സെലിബ്രിറ്റീസൊക്കെ അവരുടേതായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യുന്നത്. കാരണം അവർക്ക് അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സെലിബ്രിറ്റീസിന് പരസ്യം കൊടുക്കുന്നവരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സാണ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്. അതായത് ബേസിക്കലി ഇവഞ്ച്വലി നമ്മളെല്ലാവരും പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്, അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കാനുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മിക്കവരും അത്തരത്തിലുള്ള ആ ഒരു കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ളൊരു സോഴ്സാണ്. ആ രീതിയിലേക്കുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലെപ്പോഴും കണക്ക് കൂട്ടിയിട്ട് വേണം ഇതൊക്കെ കാണുന്നതിനായിട്ട്. തീർച്ചയായിട്ടും അവരിലും ഒരു മനുഷ്യരൊക്കെ ഉണ്ട്, നമ്മൾ അവരെയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വേറെയും കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളൊരു ഫാക്ടർ എല്ലാവരും മനസ്സിൽ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന കാര്യത്തിൽ ഇപ്പോൾ അനന്ത് പറഞ്ഞ എക്സാമ്പിളായിട്ട് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ അവരവരുടെ ട്രാവൽ ഏജൻസീനെ ബൂസ്റ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇന്ന ട്രാവൽ ഏജൻസി വഴിയാണ് പോയത്, ദാറ്റ് ഈസ് എ പ്രൊമോഷൻ. അതായത് ആ ട്രാവൽ ഏജൻസി അവരുടെ കംപ്ലീറ്റ് ട്രിപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്ര % ഓഫ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഈ പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കിട്ടിയിട്ടുണ്ടാവും, ബിക്കോസ് അവർ ഈ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട്. അതുപോലെ അവരിടുന്ന ഔട്ട്ഫിറ്റ്സ്, അവരിടുന്ന മേക്കപ്സ്, ഓർണമെൻറ്റ്സ്, ഇതിനെല്ലാം അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, ഹാമ്പേഴ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ മുന്നിൽ നമ്മുടെ ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ പ്രോഡക്റ്റ് നല്ലതാണ്, ഇത് ഞാൻ 6 മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് നല്ല രസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്ലൈൻഡ്ലി അതിനെ ഫോളോ ചെയ്യാൻ പാടില്ല. ബിക്കോസ് അതിൽ അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് അതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലുള്ള മറ്റൊരു കാര്യമാണ് നെഗറ്റീവ് പബ്ലിസിറ്റി. സാധാരണ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഗുഡ് കോണ്ടന്റിനേക്കാളും കൂടുതൽ ആൾക്കാർ അതിനോട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തെ പോലെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വരുമ്പോൾ ചീത്തവിളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവഞ്ച്വലി അത് ഫെയ്ഡ് ഔട്ട് ആവും. ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പലരും അവരുടെ ചാനലിൽ ഗ്രോ ചെയ്യാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, അപ്പോൾ കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും. അതിന് ശേഷം വേണമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ പിരിഞ്ഞു അടിച്ചു വഴക്കിട്ടു അല്ലേ, അപ്പോൾ രണ്ടുപേരും 2 ചാനലൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സംഭവങ്ങളൊക്കെ ചെയ്യാം. അത് ഇപ്പോൾ എന്നല്ല, കുറേ നാളുകൾക്ക് മുന്നേ തന്നെ പലപ്പോഴായി യൂട്യൂബിൽ അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തമ്മിൽ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചാനൽ വളരെയധികം ഗ്രോ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് 2 ഗ്രൂപ്പൊക്കെ തിരിയുന്നു, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത ഒരു പേഴ്സൺ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് RJU ആണ്. ആൻഡ് ഹെലനോസ് പാട്ട അവരാണ് ഫസ്റ്റ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് ഇത്രയും ഒരു സ്പാർക്ക് ഉണ്ട് എന്നുള്ളത് തെളിയിച്ച ആൾക്കാർ. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് ദേ ഗോട്ട് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്. അതിന്റെ ഒരു സംഭവം തന്നെയാണ് നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇത്രയധികം ഹിറ്റ് ആവുന്നത്. അതിന്റെ അകത്തുള്ള ആ ഒരു ഗെയിംസും കാര്യങ്ങളെക്കാൾ ഉപരി അതിൽ അവർ വഴക്ക് കൂടുന്നത് ഉൾപ്പെടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് തല്ലുപിടിക്കാൻ താല്പര്യമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ മൂവി സ്റ്റാർസിന്റെ ഫാൻസ് ആണെങ്കിൽ പോലും ഗ്രൂപ്പ് തിരിഞ്ഞ് തല്ലുപിടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തല്ലുപിടിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ടൈം കളയാനുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈവൻ ഞങ്ങളുടെ ചാനലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെയാണ് ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യത്തിലും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവരുടെ ലൈഫിൽ അവർ പുറത്ത് കാണിക്കുന്നത് മാത്രമല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റും മറ്റും നേടുന്നുണ്ട്. അവരുടെ നേട്ടങ്ങൾ കണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പലപ്പോഴും വിഷമിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മെൻ്റലി പോവാതെ നിങ്ങളെ ചാനൽ കണ്ടിട്ടാണെങ്കിലും അത് മോട്ടിവേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്കും കൂടി എടുക്കാൻ പറ്റുന്ന രീതിയിൽ
അങ്ങനെ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ട് കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലൈഫിൽ അത് ഉപകാരപ്പെട്ടേക്കും. ആൻഡ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യണം, നിങ്ങൾ എത്രയൊക്കെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ ഫോളോ ചെയ്താലും അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ഫാമിലി വ്ളോഗിലെ ആ ഫാമിലിനെ ഫുൾ ഫോളോ ചെയ്താലും അത് അവരുടെ ഫാമിലിയാണ്, അത് ഒരിക്കലും നിങ്ങളുടെ ഫാമിലി ആവില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞ പേർലി മാണിയുടെ ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ തന്നെ അവരുടെ കുട്ടികൾ, അതെ, നില ആൻഡ് നിതാര എല്ലാവരുടെയും ഫേവറേറ്റ്സ് ആണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ് കുട്ടികളെ. പക്ഷേ ഇത് ചില സമയത്ത് അവരുടെ വീഡിയോയുടെ അണ്ടറിലൊക്കെ ഇങ്ങനെ കമൻറ്റ് കാണാറുണ്ട്, ലൈക്ക് എൻ്റെ കുട്ടീനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എൻ്റെ കുട്ടിയാണെന്ന് എനിക്ക് ഇത്, ലൈക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, നിതാരയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ എനിക്ക് സഹിക്കില്ല, ഞങ്ങളുടെ കുട്ടിയാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയണത് കമൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഒബ്സഷൻ സംഭവം അവിടെ ഫീൽ ചെയ്യുന്നു. അത് നിങ്ങളുടെ ഒരു മിഥ്യാധാരണയാണ്. നിങ്ങളുടെ കുട്ടിയായെന്നൊക്കെ കൺസിഡർ ചെയ്യുന്നത് അതൊക്കെ കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിൽ ഒബ്സസ്ഡ് ആവാതിരിക്കുക. ആ കുട്ടികളിലാണെങ്കിലും അവരുടെ ഫാമിലിയോടാണെങ്കിലും ഒരുപാട് ഒബ്സഷൻ കീപ്പ് ചെയ്യാതിരിക്കുക. അതായത് നാളെ ഒരിക്കൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോകാനോ ആ കുട്ടികളെ എടുക്കാനോ ഒന്നും പറ്റിയില്ല എന്ന് വെച്ചിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകുന്ന അവസ്ഥയോ അങ്ങനെയൊന്നും വരാൻ ഇടവരുതെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആരുടെയൊക്കെ കണ്ടന്റ് കാണുന്നതോ നിങ്ങൾ ആരുടെയൊക്കെ വീഡിയോസോ വ്ളോഗ്സോ ഫോട്ടോസോ ഒക്കെ കാണുന്നതോ ഇഷ്യൂ അല്ല. പക്ഷെ നിങ്ങൾ അവരെ കൂടുതൽ ടു ദ ഹാർട്ട് എടുത്ത് അവർ ഞങ്ങളിൽ ഒരാളാണ് എന്നുള്ളൊരു ചിന്തയോടെ അവരെ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് മെന്റൽ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. പിന്നെ അവരവരുടെ ഫാമിലിയെ കുറിച്ച് കൂടി കുറച്ച് നന്നായിട്ടൊന്ന് ചിന്തിക്കുക. കാരണം നമ്മുടെ ഫാമിലിയിലും ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാം. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് ആണ്, നല്ല നല്ല മൊമെൻറ്റ്സ് ആണ്, അത് എൻജോയ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ തന്നെ ഞങ്ങളൊരു കുഞ്ഞു റിസോർട്ടിൽ വന്നെന്ന് പറഞ്ഞല്ലോ, സ്പോൺസർ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തന്നെ ഇവിടെ പുതിയൊരു റിസോർട്ട് തുടങ്ങിയെന്ന് കേട്ടപ്പോൾ നമ്മൾ അവിടെ വന്നു, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വന്നതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിസോർട്ടിനെ കുറിച്ച് വീഡിയോയിൽ പറയുന്നത് തന്നെ. ഇല്ല പിന്നെ നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, നമുക്കൊരു പ്രൊമോഷൻ കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ അവരെ പരസ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറയുന്നത് കുറച്ചൊരു ക്വാളിറ്റി കോണ്ടന്റ് തരിക എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്നുള്ളത് ഒരു മാറ്റർ തന്നെയാണ്. നമ്മൾ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അത് ഞങ്ങളുടെ പേഴ്സണൽ മൊമെന്റ്സിനെ അഫക്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. അതായത് നമ്മളിവിടെ നമ്മുടെ ഫാമിലി ആയിട്ട് എൻ്റെ അമ്മയും അനിയത്തിയും അനിതവും ഞാനും കൂടി വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി മൊമെന്റിന് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സമയം കൂടി വീഡിയോ എടുക്കാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, അതല്ല ചെയ്യുകയും ചെയ്യും. പക്ഷെ നമുക്ക് നമ്മുടേതായ പ്രൈവറ്റ് മൊമെന്റ്സ് ഉണ്ട്. ആ പ്രൈവറ്റ് മൊമെന്റ്സ് ഞങ്ങൾക്ക് ആരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് താല്പര്യമില്ല. സോ ഇത് മിക്കവർക്കും ഉണ്ടാകും. ഇപ്പം ഞങ്ങൾ പറഞ്ഞതുപോലെ ഇതിന് കുറേ ഗുഡ് സൈഡും ഉണ്ട്, ബാഡ് സൈഡും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങളിൽ ഫോക്കസ് ചെയ്യാം, അതിൻ്റെ ഒരു നല്ല വശങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള താരങ്ങളെ, സെലിബ്രിറ്റീസിനെ, ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുമ്പോൾ പോലും നമ്മളൊരു പ്രൊഡക്റ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവരെ കാണുക, നമ്മളുടേതായിട്ടുള്ള ടൈം എൻജോയ് ചെയ്യുക, എൻ്റർടൈൻ ചെയ്യുക, ഹാപ്പി ആയിട്ട് അതൊക്കെ മുന്നോട്ടേക്ക് പോകുക. അതെ അതെ, എല്ലാവർക്കും എല്ലാത്തിനും ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ വേണം. അതൊരു ഹെൽത്തി വേയിലെല്ലാം പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഞാൻ പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ വാലിഡ് ആയിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അനന്തോട്ടാ ദാഹിത രമണ ഞാൻ പറയാം